ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് കുറച്ച് വില്ലകളാണ്. ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്നും വെറും 7 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ബസ് റൂട്ടിൽ നിന്നുമൊക്കെ അധികം ദൂരമല്ലാത്ത രീതിയിലാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് 9 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെറും 17 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് എയർപോർട്ടിലേക്ക് എത്താവുന്നതാണ്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 11 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന വില്ലകളെല്ലാം തന്നെ സെയിലിനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ഒരു ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3 സെന്റിനും 4.25 സെന്റിനും ഇടയ്ക്കാണ് ഈ കാണുന്ന വില്ലകളുടെ എല്ലാം ലാൻഡ് അളവ് വരുന്നത്. പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ 65 ലക്ഷത്തിനും 75 ലക്ഷത്തിനും ഇടയ്ക്കാണ് പ്രൈസ് കാറ്റഗറികൾ വരുന്നത്. എല്ലാം തന്നെ 3 ബെഡ്റൂമുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ലാൻഡ് അളവിൽ വ്യത്യാസങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ റേറ്റിലും ഡിഫറൻസ് വരുന്നത്. എങ്കിൽ പോലും ഈ ഒരു നല്ല ലൊക്കേഷനിൽ 65 ലക്ഷം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന വില്ലകൾ എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ പ്രൈസ് തന്നെയായിരിക്കാം. വില്ലകളുടെ എല്ലാം എലിവേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ വില്ലകളിലേക്ക് വരുന്ന റോഡ് നോക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഈ വീടുകൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതൊരു വില്ല പ്രൊജക്ട് ആണ്. ഇതിനകത്താണ് ഇത്രയും വില്ലകൾ വരുന്നത്. അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് 65, 70, 75 എന്നിങ്ങനെയുള്ള ബഡ്ജറ്റുകൾ നിങ്ങൾക്ക് ഈ കാണുന്ന വില്ലകൾ സ്വന്തമാക്കാവുന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത് 3.7 സെന്റ് ലാൻഡിലാണ്. 3,700 ആണ് ഈ കാണുന്ന വീടിന്റെ ലാൻഡ് അളവ് വരുന്നത്. അതുപോലെ സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1560 ആണ് വരുന്നത്. ഈ ഒരു വീട് നമുക്ക് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ എലിവേഷൻ കാര്യങ്ങൾ, ഗേറ്റ്, മതിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മതിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ പെയിന്റും അതുപോലെ ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ടാണെങ്കിൽ 2 എഗ് വൈറ്റ് ഷേപ്പിലുള്ള ഒരു ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഗേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ലേസർ കട്ട് ഡിസൈനുകളൊക്കെ വരുന്നുണ്ട്. GS സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. പില്ലറുകളിലൊക്കെ ഭംഗിയായിട്ടുള്ള വർക്കുകളുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ GA പൈപ്പ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സും സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇതിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ കയറുന്ന സമയത്ത് 2 ഗേറ്റ് നമുക്ക് തുറന്നിട്ട് നേരെ വരുമ്പോൾ കാണുന്നത് ഇവിടുത്തെ കാർ പോർച്ചും അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെയാണ്. നമുക്ക് ഇവിടെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അതുകൂടാതെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ മറ്റൊരു കാറും, ടോട്ടൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. കാർ പോർച്ചിന്റെ ഈ ഒരു ഫ്ലോറും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ കാണാൻ ഭംഗിയായിട്ട് തന്നെ സ്റ്റോൺസ് ഒക്കെ വിരിച്ച് അതിനിടയിൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ പകുതി വരെ നമുക്ക് ഇതുപോലെ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കിലേക്ക് ബേബി മെറ്റൽ ആണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. ഈ ഒരു വഴി ചെന്ന് എൻഡ് ചെയ്യുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. സെയിം ടൈം നമുക്ക് വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ കിണർ വരുന്നത്. നല്ലൊരു വലിയ കിണർ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നത് ഈ ഒരു നല്ല കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ഇവിടെയും നമുക്ക് ഈ സ്റ്റോൺസ് വിരിച്ചിരിക്കുന്ന ഏരിയ കഴിഞ്ഞാൽ നേരെ ബാക്കിലേക്ക് പിന്നീട് അങ്ങോട്ട് ഈ ഒരു സ്റ്റോൺസ് ഒക്കെയാണ് ഇവിടെ, അതായത് ഈ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു വഴി ചെന്ന് നേരെ ബാക്കിൽ എൻഡ് ചെയ്യുന്നത് നമുക്ക് വർക്ക് ഏരിയയുടെ ആ ഒരു സ്പേസിലേക്കാണ്. അപ്പൊ വീടിന് ചുറ്റിനും അത്യാവശ്യം നമുക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള ആ ഒരു സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം.
സിറ്റ് ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ട് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ അത് ഫേസ് ചെയ്യുന്നത് ഈസ്റ്റിലേക്കാണ്, കിഴക്കു ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഇതുപോലെ ഒറ്റപ്പാളിയിലായിട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നേരെ ഫ്ലോറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറിലുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. അതിനകത്തൊക്കെ ചെറിയ ബ്ലാക്ക് കളറിലുള്ള ഡിസൈൻ കൂടി വരുന്ന രീതിയിലാണ് ടൈലുകളുടെ ഡിസൈൻ ഒക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ടി വി യൂണിറ്റ് വരുന്നത്. മൾട്ടി വുഡിന്റെ കളറുകൾ നോക്കുകയാണെങ്കിൽ ഒരു വുഡ് കളറും വൈറ്റ് കളറും കൂടെ വരുന്ന കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ടി വി യൂണിറ്റിന് കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്. താഴെയൊക്കെ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതും ക്ലോസ് ചെയ്യാവുന്നതും ഒക്കെ ആയിട്ടുള്ള ഡോറുകളൊക്കെ കൊടുത്തിട്ടാണ് ടി വി യൂണിറ്റിന്റെ ആ ഒരു ഏരിയ നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ആ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ, ആ ഒരു വോളിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഞാൻ നിൽക്കുന്ന ഈ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു വിൻഡോ ഇരിക്കുന്ന ഈ ഒരു വോൾ നോക്കുകയാണെങ്കിലും ഇതിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലുള്ള ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൂഫിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്, LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് ഹാളിലേക്ക് വരുന്ന എൻട്രൻസ് നോക്കിയാലും കാണാം മൾട്ടി വുഡിൽ തന്നെയാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലാണെങ്കിലും ലൈറ്റ് ഫിറ്റിങ്ങുകളും നല്ല രീതിയിൽ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടാണ് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഡൈനിങ്ങിൽ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വിൻഡോസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ സൈഡിലായിട്ട് നമുക്ക് അഗെയിൻ ഇവിടെ 2 വിൻഡോസും അവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ എയർ സർക്കുലേഷൻ പോസിബിൾ ആക്കുന്ന രീതിയിലാണ് വിൻഡോസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ നേരെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിലും കാണാം അവിടെയും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഞാൻ കാണിച്ചു തന്നു. സ്റ്റെയർ കേസിന്റെ ആ ഒരു സ്റ്റെപ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി പോകാനുള്ള ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ഒരു വുഡൻ ഫ്രെയിമാണ് ഇട്ടിരിക്കുന്നത്. അതിന് താഴേക്കുള്ള സ്പേസ് നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം തന്നെ കബോർഡുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. സ്റ്റെയർ കേസിന്റെ താഴെ നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കബോർഡുകളായിട്ട് തിരിച്ചതിന് ശേഷവും നമുക്ക് എക്സ്ട്രാ സ്പേസ് അവിടെ ഒരു ലെങ്ത് ആയിട്ട് ഒരു ഏരിയ അവിടെ കിട്ടുന്നുണ്ട്. ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഹാളിൽ നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ വാഷ് ബേസിൻ വെച്ചിരിക്കുന്ന ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. അതിരിക്കുന്ന സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കാണാം ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മുകൾ ഭാഗത്തൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴെയുള്ള ഭാഗം നോക്കുകയാണെങ്കിലും കബോർഡുകളായിട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. വാഷ് ബേസിൻ വന്നിട്ട് സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂമാണ് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് താഴത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13x12 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 13-12 ഫീറ്റ് ആണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. 2 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലും ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടിവുഡിന്റെ മെറ്റീരിയൽ ആണ് ഇത് ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫ് നോക്കുവാണെങ്കിലും അത്യാവശ്യത്തിന് ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ് ഫിറ്റിംഗ് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് റൂഫിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. ഡോറിന്റെ ഒരു പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിൽ നമുക്ക് താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് വെള്ളം ഒന്നും തെറിച്ച് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസൈനോട് കൂടിയ ടൈലാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ വന്നിട്ട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാഫ് ഗ്ലാസിലും ഹാഫ് വുഡിലുമാണ് ഇതിന്റെ ഡോറ് വരുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിച്ചണിൽ ഏകദേശം ഒരു 3 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്.
കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ വന്നിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ആണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് ഗ്രേ കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. ആവശ്യത്തിനുള്ള കിച്ചൺ ക്യാബിനറ്റുകളെല്ലാം തന്നെ ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ ഉള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഗ്രാനൈറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ലാബ് കിട്ടുന്നുണ്ട്. അതിന് താഴെയും സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് ഏരിയ മുകളിലും താഴെയും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിൽ നമുക്ക് ഡോർ ഉണ്ട്. 2 ഡോറും തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് ഏരിയ സ്പേസിന്റെ ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് അവിടെ വാഷിങ്ങിനൊക്കെ ആയിട്ട് ഒരു അലക്ക് കല്ല് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും പച്ചക്കറി തോട്ടങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ബാക്ക് സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് റൂഫിൽ നോക്കുവാണെങ്കിൽ ഈ നമ്മൾ നടന്നു വന്ന വഴിയുടെ ഒക്കെ മുകളിൽ നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളും LED ലൈറ്റുകളും LED സ്ട്രിപ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ സ്റ്റെപ്പ് കയറി നേരെ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഡോർ ഉണ്ട്. ആ ഡോർ തുറക്കുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. നമുക്ക് ലെങ്തി ആയിട്ടുള്ള ഒരു ചെറിയ ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് GA പൈപ്പ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ബ്ലാക്ക് പെയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണി നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി, ചെറിയൊരു സ്പേസ് ആണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന ഇതുപോലൊരു ചെറിയ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ താഴേക്ക് വലിയൊരു ഓപ്പൺ സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് അത്യാവശ്യം സൺലൈറ്റ് അതുപോലെ മഴയൊക്കെ കൊള്ളണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അതേസമയം നമുക്ക് കവർ ചെയ്തൊരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇതും കിട്ടുന്നുണ്ട്. അങ്ങനെ 2 രീതിയിലായിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാൽക്കണി കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു ചെറിയൊരു ഹാൾ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, ഒരു ചെറിയ സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഒരു ഡോറും കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നിൽക്കുന്നതിന്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഇത് തുറന്നു വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യത്തിന് നല്ലൊരു ഏരിയ തന്നെ യൂട്ടിലിറ്റിയിൽ കിട്ടുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മുകളിലൊക്കെ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. സൈഡൊക്കെ ആണെങ്കിൽ ഗ്രില്ലൊക്കെ ഇട്ട് വളരെ സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള, വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈനും പൈപ്പ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. സ്റ്റെയർ കേസ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള ഏരിയ എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയ കണ്ടതിന് ശേഷം നമുക്ക് ഇനി കാണേണ്ടത് ഇവിടുത്തെ 2 ബെഡ്റൂമുകളാണ്. നമ്മൾ ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു, താഴെ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടാണ് ബെഡ്റൂം ഉള്ളത്. നമുക്ക് ഈ സൈഡിലുള്ള ബെഡ്റൂം തന്നെ ആദ്യം നോക്കാം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. താഴെ നമ്മൾ കണ്ട ബെഡ്റൂമിന്റെ സെയിം സൈസ് ആണ്. 13 × 12 ഫീറ്റ്, 13 × 12 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെയും വർക്കുകളൊക്കെ ചെയ്ത് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡിൽ ആ ഒരു വുഡൻ കളറും വൈറ്റും കൂടെ വരുന്ന കളറാണ് മിക്സർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിനകത്ത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം ടൈലൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിസൈനർ ടൈപ്പ് ഓഫ് ടൈലാണ് ബാത്റൂമിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം എല്ലാ ബാത്റൂമുകളിലും സെറയുടെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം അതിന് ജസ്റ്റ് ഫേസ് ആയിട്ടാണ് ഇവിടുത്തെ അടുത്ത ബെഡ്റൂം വരുന്നത്. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇതാണെന്ന് നമുക്ക് പറയാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും സൈസ് കൂടിയ ബെഡ്റൂം ആയിട്ട് വരുന്നത്. 15 × 12 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 15 × 12 ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇവിടെ 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും 3 വിൻഡോസ് ആണ് വരുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലൊക്കെ ആണെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ വളരെ ഭംഗിയായിട്ടാണ് റൂഫിലുള്ള വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ നേരത്തെ കണ്ട 2 ബാത്റൂമുകളിലെ സെയിം ടൈലുകൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഇതിന്റെ പ്രൈസ് എല്ലാം തന്നെ നിങ്ങൾ തമ്പനയിൽ നിന്ന് വായിച്ചതാണ്, എങ്കിൽ കൂടി ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഒരു വില്ല പ്രൊജക്ട് ആണ്. കാക്കനാട് നിന്നും വെറും 7 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഏകദേശം 5-6ഓളം വില്ലകളാണ് ഇവിടെ സെയിലിനായിട്ട് കിടക്കുന്നത്. ജസ്റ്റ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് എല്ലാ വില്ലകളുടെയും എലിവേഷൻ ആണെന്നുണ്ടെങ്കിലും ഇന്റീരിയർ വർക്കുകളാണെങ്കിലും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൊജക്ടിനകത്ത് വരുന്ന വില്ലകളുടെ ലാൻഡ് അളവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 സെന്റ് തുടങ്ങിയാണ്. 3 സെന്റിനും 4.25 സെന്റിനും ഇടയ്ക്കാണ് ഇതിന്റെ ലാൻഡ് അളവുകൾ വരുന്നത്. പ്രൈസ് നോക്കുവാണെങ്കിൽ 65 ലക്ഷത്തിനും 75 ലക്ഷത്തിനും ഇടയിലാണ് പ്രൈസുകൾ വരുന്നത്. ലാൻഡ് അളവിലും സ്ക്വയർ ഫീറ്റിലും വരുന്ന വേരിയേഷൻസ് അനുസരിച്ചിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ട വീടിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3.7 സെന്റ് ലാൻഡിലാണ് 3,700 ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 1,560 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 1,560 ആണ് ഈ കാണുന്ന വീടിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇതൊരു 3 BHK ഹൗസ് ആണ്. അതുകൂടാതെ ഇതിനകത്ത് നമുക്ക് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ കിണറുണ്ട്. മറ്റൊരു ഓപ്ഷൻ വരുന്നത് KWയുടെ വാട്ടർ കൂടിയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 lakh ആണ്. 70 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. അപ്പൊ 65 ലക്ഷം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന വീടുകൾ നമുക്കുണ്ട്. 75 ലക്ഷം വരെയാണ് എൻഡിങ് പ്രൈസ് വരുന്നത്. ഈ പ്രൈസുകളെല്ലാം തന്നെ നെഗോഷ്യബിൾ ആണ്. ഇതിനകത്തുള്ള ഏത് വില്ലകൾ സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.